പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 6ാമത്തെ റൗണ്ടാണ് എണ്ണാനുള്ളത്. 5 റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിനിടയ്ക്ക് ചേലക്കര 4 റൗണ്ട് പൂർത്തീകരിച്ചപ്പോഴുള്ള അന്തിമ വോട്ട് ചിത്രം ഞാനൊന്ന് അറിയിക്കാം. UR പ്രദീപ് CPIM 22,794 വോട്ടുകൾ, രമ്യ ഹരിദാസ് കോൺഗ്രസ് 15,196 വോട്ടുകൾ, കെ ബാലകൃഷ്ണൻ BJP 9,455 വോട്ടുകൾ, NK സുധീർ സ്വതന്ത്രൻ 1,425 വോട്ടുകൾ. അങ്ങനെയാണ് 7,598 വോട്ടുകൾക്ക് UR പ്രദീപ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വമ്പിച്ച ഒരു വിജയം നമുക്ക് ലിഷോയി ഉറപ്പിച്ചു എന്ന് മാത്രമല്ല വളരെ ഭദ്രമായ ലീഡ് നിലയെടുത്ത് മുന്നോട്ട് പോകുന്നു. തീർച്ചയായും വളരെ LDF കേന്ദ്രങ്ങൾ അവർ കണക്കുകൂട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്പോൾ ഈ എണ്ണിക്കഴിഞ്ഞ 4 റൗണ്ടുകളിൽ നിന്നായി അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത് പാഞ്ഞാൾ പഞ്ചായത്തിന്റെ ഒരു ഭാഗവും അതിനോടൊപ്പം തന്നെ ചേലക്കര പഞ്ചായത്തിന്റെ ഏതാനും ബൂത്തുകളുമാണ് നിലവിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ആ പാഞ്ഞാൾ പഞ്ചായത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടി ഈ പ്രദീപിന് കൂടുതൽ ലീഡ് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അതായത് പ്രതീക്ഷിക്കുന്നത്. LDF കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ചേലക്കര മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ UDF ഒരു നേരിയ മുന്നേറ്റം നടത്താൻ കഴിയും. പക്ഷേ ഇപ്പോഴുള്ള ആ ലീഡ് നിലയിലേക്ക് യാതൊരു വിധത്തിലും രമ്യ ഹരിദാസിന് ഇനി എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. വിജയം ഉറപ്പിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ UR പ്രദീപും വിജയം ഉറപ്പിച്ചതിന് എല്ലാ വോട്ടർമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. LDFന്റെ പ്രവർത്തകർ പായസ വിതരണം പാർട്ടി ഓഫീസിലും മറ്റ് പ്രദേശങ്ങളിലുമായി ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം LDF പ്രവർത്തകർ പാഞ്ഞാളിലും LDF ആണ് ലീഡ് ചെയ്തത് അല്ലേ? തീർച്ചയായും പാഞ്ഞാളിലും LDF ആണ്. പാഞ്ഞാളിൽ ഒപ്പത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു കണക്കുകൂട്ടൽ. പക്ഷേ പാഞ്ഞാളിൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചിട്ടുണ്ട്. UDFന്റെയും LDFന്റെയും കണക്കുകൂട്ടൽ തെറ്റിച്ചു. കാരണം LDF ഇത്രയേറെ മുന്നേറ്റം പാഞ്ഞാൾ പഞ്ചായത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. UDF ആകട്ടെ ഇതിനേക്കാൾ മികച്ച ഒരു നില അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അവർക്കും ഉണ്ടായിരുന്നത്. LDFനോട് മറ്റിടങ്ങളിൽ അതായത് ആദ്യത്തെ 3 റൗണ്ടുകളിൽ ഉണ്ടാകുന്ന ആ ഒരു LDFന്റെ മുന്നേറ്റത്തെ മറികടക്കാനായി അല്ലെങ്കിൽ അതിനൊപ്പത്തിനൊപ്പം പിടിക്കാനായി പാഞ്ഞാൾ പഞ്ചായത്തിൽ കഴിയുമെന്നായിരുന്നു UDFന്റെ ഒരു കണക്കൂട്ടൽ. അവിടെയും ഇപ്പോൾ നില UDFന്റെ പരിങ്ങലിലാണ്. അത് ആകെ തന്നെ അവരുടെ കണക്കൂട്ടിൽ തെറ്റിച്ചു എന്നുള്ളത് വേണം പറയാൻ. 5ാം റൗണ്ട് ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ 5ാം റൗണ്ടിലും UR പ്രദീപ് തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഒരു വലിയ അതായത് എല്ലാ പഞ്ചായത്തുകളും ഒരുപക്ഷെ ഒരു പഴയന്നൂർ ഒഴിച്ച് എല്ലാ പഞ്ചായത്തും ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ വരവൂർ, ദേശമംഗലം, വള്ളത്തോർണകൾ, പാഞ്ഞാൾ ഈ 4 പഞ്ചായത്തിലും LDFനാണ് ലീഡ്. ചേലക്കര പഞ്ചായത്ത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ചേലക്കരയും LDF ലീഡ് എടുക്കാനാണ് സാധ്യത. 10,000-ൽ കൂടിയ ഭൂരിപക്ഷത്തിന്, വലിയൊരു ഭൂരിപക്ഷത്തിന് UR പ്രദീപ് ജയിക്കാൻ പോകുന്നു ചേലക്കരയിൽ. താൽക്കാലികമായ ഒരു ആശ്വാസം നിലയിലാണ് ഇപ്പോൾ പാലക്കാട്ടെ ലീഡ് നില അങ്ങനെ കാണിക്കുന്നത്. BJP ക്യാമ്പിനെ സംബന്ധിച്ച് അതിലൊരു വലിയ മാറ്റം വേഗത്തിൽ ഉണ്ടാകുമെന്ന തരത്തിലുള്ള ട്രെൻഡുകൾ തന്നെയാണ് ആദ്യം തന്നെ പാലക്കാട്ട് നിന്ന് വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത്. സംഭവിച്ചിരിക്കുന്ന വോട്ട് കുറവ് എന്ന് പറയുന്നത് ഉണ്ടാക്കാവുന്ന ആഘാതം, അതിന്റെ പരിണിത ഫലം എന്താണ് എന്ന് BJP ക്യാമ്പ് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 963 അവരെ ആശ്വസിപ്പിക്കുന്നില്ല, അവരെ സമാശ്വസിപ്പിക്കുന്നില്ല, അവർക്കൊരു ആഹ്ലാദവും പങ്കുവെച്ചു കൊടുക്കുന്നില്ല. പാലക്കാട്ടെ അടുത്ത അപ്ഡേഷന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യും ഗോകുലുണ്ട്. ഗോകുൽ, അടുത്ത റൗണ്ടിന്റെ വിവരം എന്താണ്? അതായത് 6ാം റൗണ്ടിൽ 2 കൂട്ടരുടെയും ശക്തി കേന്ദ്രം എന്ന് പറയേണ്ടി വരുന്ന സ്ഥലമാണ് ശാസ്ത്രപുരം, കൊപ്പം, സുൽത്താൻപേട്ട പോലുള്ള മേഖലകളുണ്ട്. അതോടൊപ്പം തന്നെ വടക്കന്തറ പോലുള്ള ചില മേഖലകൾ BJPയുടെ അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ശക്തമായി പരസ്പരം ഇഞ്ചോടിഞ്ച് പോരാട്ടം വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഈ 6ാം റൗണ്ടിൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ആ സ്ഥലത്ത് ഒരുപക്ഷെ ഇപ്പോഴുള്ള BJPയുടെ ലീഡ് വീണ്ടും രാഹുലിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നീട് 7ാം റൗണ്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കൽമണ്ഡലം പോലെയുള്ള ഭാഗങ്ങളിലേക്ക് എത്തും.